വാത്സല്യമുള്ളവരെ, തപസ്സുകാലം 2-ാം ഞായറിൽ നാം ശ്രവിക്കുന്ന വചനഭാഗം മർക്കോസ് 9-ാം അധ്യായം 2 മുതൽ 10 വരെ വാക്യങ്ങളാണ്. യേശുവിൻ്റെ രൂപാന്തരീകരണമാണ് വിഷയം. രൂപാന്തരീകരണ സംഭവം ധ്യാനിക്കുമ്പോൾ ആദ്യമായി ചിന്തയിൽ വരുന്നത് ഒട്ടേറെ പഴയ നിയമ കഥകളാണ്. ഒന്ന്, ദാനിയേൽ പ്രവചനത്തിലെന്ന പോലെ വെണ്മയും ഭൂമിക്കതീതമായ സ്വർഗീയ ജീവന്റെ അടയാളവും ഇവിടെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നു. 2, മല, മേഘം, സ്വർഗീയ സ്വരം എന്നിവ പുറപ്പാട് സംഭവത്തിൽ മോശ മലമുകളിൽ കയറുന്നതും മോശയെ ആവരണം ചെയ്യുന്നതും ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 3, യേശുവിനോട് സംവദിക്കുന്ന മോശയും ഏലിയായും പഴയ നിയമ സൂചനകൾ അനുസരിച്ച് ഉടലോടെ എടുക്കപ്പെട്ടവരാണ്. മോശയെ അടക്കം ചെയ്ത സ്ഥലം അജ്ഞാതമായി നിലനിൽക്കുന്നു. ഏലിയ യാത്രാവേളയിൽ രഥത്തോടൊപ്പം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. 4-മത്തേത്, രൂപാന്തരീകരണ രംഗത്ത് പത്രോസ് സൂചിപ്പിക്കുന്ന 3 കൂടാരങ്ങളാണ്. യഹൂദരുടെ കൂടാര തിരുനാളിനെ ഇത് ഓർമ്മപ്പെടുത്തുകയാണ്. കെസറിയ ഫിലിപ്പിയിലെ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനവും 8:27 മുതൽ 30 വരെ, തുടർന്നുണ്ടായ യേശുവിന്റെ പീഡാനുഭവ ഉദ്ധാന പ്രവചനവും 8:31 മുതൽ 9:1 വരെ നടന്നിട്ട് 6 ദിവസം കഴിഞ്ഞ് ആണ് യേശുവിന്റെ രൂപാന്തരീകരണ സംഭവം ഉണ്ടാകുന്നത്. വിശ്വാസ പ്രഖ്യാപനത്തിലും പീഡാനുഭവ ഉദ്ധാന പ്രവചനത്തിലും ഉൾക്കൊള്ളുന്ന ക്രിസ്തു വിജ്ഞാനീയ ഘടകങ്ങൾ രൂപാന്തരീകരണ സംഭവത്തിലും പ്രകടമാണ്. 1, യേശു ക്രിസ്തുവാണെന്ന് പത്രോസ് പ്രഖ്യാപിച്ചു. യേശു ക്രിസ്തുവാണെന്ന സ്ഥാനം ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന ദൈവിക സാക്ഷ്യത്തിലൂടെ സ്ഥിരീകരിക്കപ്പെടുന്നു. 2, പീഡാനുഭവ ഉദ്ധാന പ്രവചനം ഉൾക്കൊള്ളാൻ കഴിയാതിരുന്ന ശിഷ്യരോട് താൻ പിതാവിന്റെ മഹത്വത്തിൽ വീണ്ടും എഴുന്നള്ളുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ സത്യം രൂപാന്തരീകരണ വേളയിൽ യേശുവിൻ്റെ വസ്ത്രം ഏറ്റവും വെണ്മയേറിയതും തിളക്കമാർന്നതും എന്നതിലൂടെ ഒരു മുൻ അനുഭവമായി അവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. 3, യേശു ക്രിസ്തുവാണെന്ന പത്രോസിന്റെ പ്രഖ്യാപനം മറ്റാരോടും പറയരുതെന്ന് യേശു നിഷ്കർഷിക്കുന്നു. ഈ താക്കീത് രൂപാന്തരീകരണത്തിന് സാക്ഷ്യം വഹിച്ച് 3 ശിഷ്യർക്കും നൽകപ്പെടുന്നുണ്ട്. അപ്രകാരം ക്രിസ്തുവെന്ന സ്ഥാനം പീഡാനുഭവവും ഉദ്ധാനവും തുടർന്നുള്ള മഹത്വീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് മർക്കോസ് സുവിശേഷകൻ പറയാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ രൂപാന്തരീകരണത്തിന് സാക്ഷികളാകാൻ കഴിഞ്ഞത് 3 ശിഷ്യർക്കാണ്: പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. യേശുവിൻ്റെ പരസ്യജീവിതത്തിലെ മറ്റ് പല സുപ്രധാന നിമിഷങ്ങളിലും ഇവർ മൂവർക്കും പ്രത്യേക പരിഗണന ലഭിക്കുന്നതായി മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയും. ജൈറോസിന്റെ മകളെ ഉയർപ്പിക്കുന്ന സംഭവത്തിൽ ഇവർ സന്നിഹിതരായിരുന്നു. 5:37. ഇവർ തന്നെയാണ് ഗത്സമനിയിലെ കഠിന വ്യഥയിൽ സമീപത്ത് ഉണ്ടായിരുന്നത്. 14:33. ജൈറോസിന്റെ മകളെ ഉയർപ്പിക്കലും രൂപാന്തരീകരണത്തിലും
യേശുവിലെ ദൈവിക ശക്തിയും മഹത്വവും സ്പഷ്ടമാണെങ്കിലും അത് ഗ്രഹിക്കുവാനുള്ള സവിശേഷ ബുദ്ധി ഈ 3 പേർക്ക് പോലും ഇല്ലായിരുന്നുവെന്നും മർക്കോസ് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നു. കാരണം പത്രോസ് യേശുവിൻ്റെ പീഡാനുഭവത്തെ നിരാകരിക്കുന്നു. 8:33. യാക്കോബും യോഹന്നാനും പിൽക്കാലത്ത് അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന സ്ഥാനങ്ങളെക്കുറിച്ച് തർക്കിക്കുന്നു. 10:35 മുതൽ 37 വരെ. ഗത്സമനിയിലെ യേശുവിൻ്റെ കഠിന വ്യഥയിൽ ഉണർന്നിരിക്കാൻ അവർക്ക് കഴിയാതെയും വരുന്നു. 14:33 തൊട്ട് 41 വരെ. ശിഷ്യരുടെ ഈ വീഴ്ചകളിൽ യേശുവിൻ്റെ ക്രിസ്തുത്വത്തിലുള്ള അവരുടെ വിശ്വാസം ഉറപ്പിക്കുവാനും ദൈവഹിത പ്രകാരമുള്ള അവിടുത്തെ പീഡാനുഭവത്തിൽ പങ്കുചേരുവാനുമാണ് രൂപാന്തരീകരണത്തിലെ ദൈവിക സ്വരം ഇവനെ ശ്രവിക്കുക എന്ന ഈ സ്വരം ഇവർക്ക് ലഭിക്കുന്നതെന്ന് മർക്കോസ് വിവക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ സുവിശേഷ ഭാഗത്തിന്റെ സന്ദേശം വ്യക്തമാണ്. കാണണമെങ്കിൽ നാം നോക്കേണ്ടതുണ്ട്, കേൾക്കണമെങ്കിൽ നാം ശ്രവിക്കേണ്ടതുണ്ട്, അനുഭവിക്കണമെങ്കിൽ ദൈവസ്വരത്തിന്റെ സാധ്യതയിലേക്ക് നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കേണ്ടതുണ്ട്. ദൈവപുത്രനെ കാണാം, അവിടുത്തെ വാക്കുകൾ ശ്രവിക്കാം, അവിടുത്തെ സാന്നിധ്യത്തിലേക്ക് നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കാം. ദൈവത്തിന്റെ പൂർണ്ണത അനുഭവിക്കുവാൻ നാം മലമുകളിൽ ഇരിക്കേണ്ടതില്ല. നമ്മുടെ വർത്തമാന കാലത്തിലെ അർത്ഥജ്ഞാനമില്ലാത്ത ഉരുവിടലുകളും ദിനചര്യകളും ഉപേക്ഷിക്കുമ്പോൾ ദൈവം അവിടെ ഉണ്ടാകും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.